അതിനുശേഷം ബദരികാസനത്തിലിരിക്കുന്ന വ്യാസൻ ആ നാരായണ ഋഷിയെയും നരഋഷിയെയും നമസ്കരിക്കുന്നു. പിന്നെ അവിടെ ഒഴുകുന്ന സരസ്വതി ദേവിയെയും തനക്ക് മുമ്പിരിക്കുന്ന വ്യാസനെയും, അതിനുശേഷം ജയം പറയുന്ന ഈ ഭാഗവതത്തെ പറയണം എന്ന് ഭാഗവത ഭഗവാനക്ക് ജയ എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. ഈ ഭാഗവതം കൊണ്ട് നമുക്ക് സംസാരത്തെ ജയിക്കാൻ സാധിക്കും. ഈ ഭാഗവതത്തിൽ കൂടുതൽ ഭക്തിക്കാണ് പ്രാധാന്യം. ജ്ഞാനം, ഭക്തി, വൈരാഗ്യം മൂന്നും ചേർത്താണ് ഇവിടെ വർണ്ണിക്കുന്നത്. പ്രയാഗരാജ് പോലെയാണ്. പ്രയാഗരാജയിൽ ഗംഗയും യമുനയും ചേരുന്നത് പോലെയാണ്. ഗംഗ ജ്ഞാനനദി, യമുന ഭക്തി നദി, സരസ്വതി അന്തർവാഹിനിയായിട്ട് അടിവഴി കൂടി വരുന്നു. അതുപോലെ ജ്ഞാനം, ഭക്തി, വൈരാഗ്യം മൂന്നും ചേർന്നതാണ് ഭാഗവതം. അതിൽ കൂടുതൽ ഭക്തിക്ക് പ്രാധാന്യം. അവർ കാണുന്ന രീതി എങ്ങനെയാണോ, ഭക്തിക്കാണ് കൂടുതൽ പ്രാധാന്യം ഇവിടെ ഭാഗവതത്തിൽ പറയുന്നു. ഭക്തി ചെയ്താൽ മതി, ജ്ഞാനവൈരാഗ്യം സ്വയം വന്നോളൂ. ആ ഭക്തി ആരോടാണ് ചെയ്യണം ചോദിക്കുമ്പോഴാണ് ശ്രീകൃഷ്ണ ഭഗവാനോട് ചെയ്താൽ മതി. കൃഷ്ണസ്തു ഭഗവാൻ സ്വയം. ശ്രീകൃഷ്ണ ഭഗവാനാണ് പല അവതാരങ്ങൾ ചെയ്തു എന്ന് ഭഗവാന്റെ പല അവതാരങ്ങളോട് വർണ്ണിച്ചു. അത് വർണ്ണിച്ച് നിർത്തിയപ്പോഴാണ് ശൗനകാദി ഋഷീശ്വരന്മാർ ചോദിക്കുന്നു, ശുകൻ ജ്ഞാനിയല്ലേ? ജ്ഞാനിയായ ശുകൻ എന്തുകൊണ്ട് ഭാഗവതം പറയാൻ പുറപ്പെട്ടു? പരീക്ഷിത്ത് രാജാവല്ലേ? ഒരു രാജാവിനെ ഭാഗവതം കേൾക്കാൻ എങ്ങനെയാണ് സമയം കിട്ടി? ഈ പരീക്ഷത്തിൻ്റെ കഥയും കൂടി ഞങ്ങൾക്ക് പറഞ്ഞു തരണം. യുവാവായിരിക്കുമ്പോൾ ഭാഗവതം കേൾക്കാമെന്നില്ലേ? അതാണ് പരീക്ഷത്തിൻ്റെ പെരുമ. മിക്കവാറും ഭാഗവതം കേൾക്കാൻ വരുന്നവർ പ്രായമായവരേ വരുള്ളൂ, തല നനച്ച ശേഷമേ വരുള്ളൂ മിക്കവാറും. ഇക്കാലത്ത് യുവാക്കളായ കുട്ടികളെ ഭാഗവത്തിന് മുമ്പിൽ നിർത്തണമെങ്കിൽ കയ്യിൽ മൊബൈൽ കൊടുത്ത് നിർത്തിയാലേ നിൽക്കുള്ളൂ, അല്ലെങ്കിൽ നിർത്തിയില്ല. അപ്പോൾ യുവാവായിരിക്കുന്ന സമയത്ത് ഭാഗവതം കേൾക്കാമെന്നില്ലേ പരീക്ഷിത്ത്? യുവൈഷത്തോത്സട്ടുമഹേ അഹോ സഹാസുബിഹി. ആ പരീക്ഷത്തിൻ്റെ കഥയും 17 പുരാണം രചിച്ച വ്യാസൻ ഈ 18ാമത്തെ പുരാണം രചിക്കാൻ എന്താണ് കാരണം എന്ന് ചില ചോദ്യങ്ങൾ ചോദിച്ചപ്പോഴാണ് സൂതപുരാണികൻ ആരംഭിക്കുന്നു. വ്യാസൻ വേദത്തെ നാളായി വിധിച്ചു കൊടുത്തു. അതിനുവേണ്ടിയാണ് അവതാരം ചെയ്തു. വേദവ്യാസൻ നമ്മൾ പറയും. വേദത്തെ നാളായി വിധിച്ച് കൊടുത്തിട്ട് പിന്നെ പോരാ, അതിൻ്റെ അർത്ഥം എന്താണ് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി മഹാഭാരതം 5ാമത്തെ വേദം ചെയ്തു. പിന്നെ വേറെ വ്യാസന്മാർ രചിച്ച പുരാണങ്ങളൊക്കെ നഷ്ടപ്പെട്ടപ്പോൾ അത് 17 പുരാണവും അദ്ദേഹം തിരിച്ചു കൊടുത്തു. എന്നിട്ടും അദ്ദേഹത്തിന് ഒരു മനസ്സമാധാനമില്ല. അങ്ങനെ മനസ്സമാധാനം ഇല്ലാതെ വിഷമിക്കുന്ന സമയത്താണ് ആ വ്യാസന്റെ ആശ്രമത്തിലേക്ക് നാരദൻ നാമം ജപിച്ചു വരുന്നു. മാധവ കൃഷ്ണ മധുസൂദന കൃഷ്ണ, മാധവ കൃഷ്ണ മധുസൂദന കൃഷ്ണ, മാധവ കൃഷ്ണ മധുസൂദന കൃഷ്ണ, മാധവ കൃഷ്ണ മധുസൂദന കൃഷ്ണ, യാദവ കൃഷ്ണ യദുനന്ദന കൃഷ്ണ, യാദവ കൃഷ്ണ യദുനന്ദന കൃഷ്ണ, മാധവ കൃഷ്ണ മധുസൂദന കൃഷ്ണ, മാധവ കൃഷ്ണ മധുസൂദന കൃഷ്ണ. ജയ രാധേ ജയ രാധേ ജയ രാധേ രാധേ രാധേ, ജയ രാധേ ജയ രാധേ ജയ രാധേ രാധേ രാധേ, ജയ രാധേ 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 രാധേ, ജയ രാധേ 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 രാധേ. ഹേ മാധവ കൃഷ്ണ മധുസൂദന കൃഷ്ണ, മാധവ കൃഷ്ണ മധുസൂദന കൃഷ്ണ. അവിടെ നാമം ജപിച്ച് നാരദൻ വന്നു. നാരദനക്ക് പാദപൂജ ചെയ്ത് വ്യാസൻ സങ്കടത്തോടെ ഇരിക്കുന്നത് കണ്ടപ്പോൾ നാരദൻ ചോദിച്ചു, നിങ്ങൾക്ക് എന്താണ് സങ്കടം? മനസ്സിലാണോ ശരീരത്തിലാണോ? ശാരീര ആത്മാ മാനസയേവ വാ. അപ്പോൾ വ്യാസൻ പറഞ്ഞു, മനസ്സ് ഒരു സമാധാനമില്ല എനിക്ക്, എന്ത് ചെയ്യണം? അപ്പോൾ നാരദൻ പറഞ്ഞു, മനസ്സമാധാനം കിട്ടണമെങ്കിൽ മനസ്സമാധാനമുള്ള ഭഗവാന്റെ കഥ പറയണം. എങ്കിൽ ധർമാർത്ഥകാമോക്ഷങ്ങൾ വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട് മഹാഭാരതത്തിൽ. കണ്ണൻ്റെ കഥ പറഞ്ഞിട്ടില്ല. ആ ഉണ്ണിക്കണ്ണൻ്റെ കഥകൾ വിസ്തരിച്ച് പറയണം എന്ന് പറഞ്ഞപ്പോൾ ഭഗവാന്റെ കഥ പറയുമ്പോൾ തെറ്റ് കുറ്റങ്ങളില്ലാതെ പറയണമല്ലോ. അത്
ആലോചിച്ചിട്ടാണ് ഞാൻ പറഞ്ഞിട്ടില്ലേ. അപ്പോൾ നാരദൻ പറഞ്ഞു, തെറ്റുകുറ്റങ്ങൾ ഉണ്ടായാലും കുഴപ്പമില്ല, പക്ഷേ ഭഗവാന്റെ കഥകൾ കൂടുതൽ വിസ്തരിച്ച് പാടണം. അതിൽ ഭഗവാന്റെ കഥയിൽ ജ്ഞാന വൈരാഗ്യ ഭക്തിയുടെ മാഹാത്മ്യവും സത്സംഗ മാഹാത്മ്യവും നാമമാഹാത്മ്യവും കൂട്ടിച്ചേർത്ത് പറയണം പറഞ്ഞപ്പോഴാണ് ശരി പറഞ്ഞു. അതിന് ഉദാഹരണമായിട്ട് തൻ്റെ കഥ കൂടി ഇവിടെ പറഞ്ഞു തരണം നാരദൻ. ഞാൻ പണ്ട് കൃഷ്ണകഥ കേട്ടതുകൊണ്ടാണ് ഞാൻ നാരദനായി ജനിച്ചു. തത്രാൺവഹം കൃഷ്ണകഥ. ഞാൻ നാരദനായി മാറാൻ കാരണം കൃഷ്ണകഥ കേട്ടതാണ് ആ കാരണം. നാരദൻ തൻ്റെ പൂർവ്വജന്മ കഥ ഇവിടെ പറഞ്ഞു കേൾപ്പിക്കുന്നു. നാരദൻ പൂർവ്വജന്മത്തിൽ ഒരു ഗ്രാമത്തിൽ പണിയെടുത്ത് ജീവിക്കുന്ന ഒരു പണിക്കാരിയുടെ മകനായിരുന്നു. അവിടെ ചാതുർമാസ്യം 4 മാസം, കർക്കടക മാസം മുതൽ 4 മാസം മഹാത്മാക്കൾ സന്യാസിമാർ യാത്ര ചെയ്യാറില്ല, ഒരു സ്ഥലത്ത് തന്നെ താമസിക്കാറുള്ളൂ. ആ ചാതുർമാസ്യവ്രതം അനുഷ്ഠിക്കാൻ വേണ്ടി അവിടെ സന്യാസിമാർ വന്നപ്പോൾ ആ സന്യാസിമാർ താമസിക്കുന്ന മഠം അടിച്ചു തെളിയിക്കാനോ അവർക്ക് പൂക്കൾ പറിച്ച് കൊടുക്കാനോ അവർക്ക് പഴങ്ങൾ പറിച്ച് കൊടുക്കാനോ നാരദൻ്റെ അമ്മയെ ഏർപ്പാടാക്കി ഗ്രാമത്തിലുള്ളവർ. അപ്പോൾ നാരദൻ്റെ അമ്മ 5 വയസ്സ് ഉണ്ണിയെ നാരദനെ വിളിച്ചു കൊണ്ടുവന്ന് അവിടെ കൈങ്കറിയൊക്കെ ചെയ്യുന്നു. രാവിലെ മഹാത്മാക്കൾ നാമം ജപിച്ചവരും നാരായണ നാരായണാണ്. ആ കുട്ടി അവിടെ തിണ്ണയിൽ ഉറങ്ങിക്കിടക്കുന്നത് കണ്ട മഹാത്മാക്കൾ ഇങ്ങനെ നോക്കി. മഹാത്മാക്കൾ കുട്ടി ഉറങ്ങുന്നത് കണ്ടപ്പോൾ അമ്മ പറഞ്ഞു കൊടുത്തു, മഹാത്മാക്കൾ വരുമ്പോൾ ഇങ്ങനെ ഉറങ്ങാൻ പാടില്ല, എഴുന്നേൽക്ക് കുട്ടി. അടുത്ത ദിവസം നാരായണ നാരായണ നാമം ജപിച്ച് മഹാത്മാക്കൾ വരുമ്പോൾ കുട്ടി എഴുന്നേറ്റിരുന്നു. അപ്പോൾ അമ്മ പറഞ്ഞു, എഴുന്നേറ്റ് നിൽക്കാൻ പാടില്ല, നിൽക്കണം. മഹാത്മാക്കൾ വരുമ്പോൾ എഴുന്നേറ്റ് നിൽക്കണം, ഇരിക്കാൻ പാടില്ല. ശരി പറഞ്ഞ അടുത്ത ദിവസം കുട്ടി എഴുന്നേറ്റ് നിന്നു. പിന്നെ 3-ാമത്തെ ദിവസം മഹാത്മാക്കൾ നാരായണ നാരായണ ജപിച്ച് വന്നപ്പോൾ കുട്ടി വെറുതെ നിൽക്കുന്നത് കണ്ടപ്പോൾ അമ്മ പറഞ്ഞു, മഹാത്മാക്കളെ കാണുമ്പോൾ മരം പോലെ നിൽക്കാൻ പാടില്ല, സജ്ജനങ്ങളെ കാണുന്ന നേരത്ത് ലജ്ജ കൂടാതെ വീണ് നമിക്കണം, അവരെ വീണ് നമസ്കരിക്കണം. പണ്ടൊക്കെ കുട്ടികളോട് പറഞ്ഞാൽ ശരി പറയും. ഇപ്പോഴത്തെ കുട്ടികളോ ഇപ്പോൾ എഴുന്നേറ്റെങ്കിൽ എന്താ കുഴപ്പം, നമസ്കരിച്ചില്ലെങ്കിൽ എന്താ കുഴപ്പം, എന്തിനാണ് നമസ്കരിക്കണം, ചോദിക്കും. ചോദിച്ചാൽ നമ്മൾ പറഞ്ഞു കൊടുക്കണം. മഹാത്മാക്കൾ വരുമ്പോൾ എഴുന്നേക്കാതിരുന്നാൽ എന്താകും, നമ്മുടെ തേജസ് ഓജസ്സൊക്കെ ചെവി വഴി കൂടി പോകും. അതുകൊണ്ട് തന്നെ മഹാത്മാക്കളെ കാണുമ്പോൾ ചെവി അടച്ചു പിടിച്ച് അഭിവാദിയെ ചൊല്ലി നമസ്കരിക്കണം. ഊർധ്വം പ്രാണാഹ ഉക്രാമന്തി യൂനശ്ചവിര ആയതി പ്രത്യുത്ഥാന അഭിവാദാഭ്യാം പുനസ്തത് പ്രതിപദ്ധ്യതേ എന്നാണ് ശാസ്ത്രം. അപ്പോൾ നമ്മുടെ ആയസ്സൊക്കെ കുറയും എഴുന്നേൽക്കാതിരുന്നാൽ. അപ്പോൾ നമുക്ക് ആയസ് വർദ്ധിക്കണമെങ്കിൽ മഹാത്മാക്കളെ കാണുന്ന സമയത്ത് എഴുന്നേറ്റ് നമസ്കരിക്കണം. അമ്മ പറഞ്ഞു കൊടുത്തപ്പോൾ കുട്ടി അതേപോലെ ചെയ്തു. ആ കുട്ടിയുടെ നല്ല സ്വഭാവം കണ്ടപ്പോൾ മഹാത്മാക്കൾ എന്ത് ചെയ്തു, അവർ ഭക്ഷണം കഴിച്ച ബാക്കി പ്രസാദം കൊടുത്തു. ഉച്ഛിഷ്ടലേപാനനുമോദിതോദ്വിജൈഹി. സ്വയം നമ്മൾ ഭക്ഷണം ഉണ്ടാക്കി കഴിച്ചാൽ അതിൻ്റെ പേര് ചോറാണ്. അത് ഭഗവാനക്ക് നേദിച്ച ശേഷം കഴിക്കുമ്പോൾ അത് പ്രസാദമാകും. അത് ഭക്തന്മാർക്ക് വിളമ്പി കൊടുത്ത് അവസാനം കഴിക്കുമ്പോൾ അത് മഹാപ്രസാദമാകും. ഉച്ചയ്ക്ക് നിർത്തുപോലെ എല്ലാവരും അത് ശ്രദ്ധിക്കണം. അവസാനം കഴിക്കുന്നവർക്ക് മഹാപ്രസാദം കിട്ടും. അങ്ങനെ മഹാപ്രസാദമായി ഈ ഉണ്ണിക്ക് കിട്ടി. അതിൻ്റെ ഗുണം എന്താണെന്ന് ചോദിച്ചാൽ ആ മഹാത്മാക്കൾ പറയുന്ന കഥയൊക്കെ കേൾക്കാൻ തോന്നി. തത്രാൺവഹം കൃഷ്ണകഥ പ്രഗായതാം. അങ്ങനെ ഭഗവാന്റെ കഥ കേട്ട് ആ കുട്ടിക്ക് ജ്ഞാനം കൂടി ഉണ്ടായി എന്ന് പറയുന്നു. ജ്ഞാനം ഉണ്ടായതിൻ്റെ തെളിവ് എന്താ, എത്ര വലിയ ദുഃഖം എന്താകും അവർ വിഷമിക്കാറില്ലേ. ഈ 5 വയസ്സ് പ്രായമുള്ള ഉണ്ണിക്ക് അമ്മ മരിച്ചു. പാല് കറക്കാൻ പോയപ്പോൾ പാമ്പ് കടിച്ച് മരിച്ചപ്പോൾ അമ്മ മരിച്ച സമയത്തിൽ പോലും കുട്ടി വിഷമിക്കാതെ ഭഗവാന്റെ അനുഗ്രഹമായി സങ്കല്പിച്ച് മഹാത്മാക്കൾ പോയ വഴിയിൽ ചെന്ന് ഒരു കുളത്തിൽ കണ്ണടച്ച് ധ്യാനിച്ചിരിക്കുമ്പോഴാണ് ഭഗവാന്റെ ദിവ്യരൂപം കാണാൻ സാധിച്ചു. അത് ആസ്വദിച്ചിരിക്കുമ്പോൾ വീണ്ടും ഭഗവാൻ മറഞ്ഞു. വീണ്ടും ധ്യാനിക്കാൻ പുറപ്പെട്ടപ്പോൾ ഭഗവാൻ പറഞ്ഞു, ഇനി അടുത്ത ജന്മത്തിലാണ് ദർശനം. പറഞ്ഞപ്പോൾ കുട്ടി വിഷമിച്ചിട്ടില്ലേ. ആ ജന്മം മുഴുവൻ നാമം ജപിച്ചിരുന്നു. അടുത്ത ജന്മത്തിൽ ബ്രഹ്മപുത്രനായി നാരദനായി ജനിച്ച് ഭഗവാനെ കണ്ടു. അപ്പോൾ ഭഗവാൻ അദ്ദേഹത്തെ കയ്യിൽ ഒരു വീണയും കൊടുത്തു. നീ നാമം ജപിച്ച് നടന്നോളം നിൻ്റെ ഒപ്പം ഞാൻ വരാം എന്ന് നാരദനക്ക് ഭഗവാൻ തന്നെ വീണ കൊടുത്തു എന്ന് പറഞ്ഞ കഥ നാരദനോട് വ്യാസന പറഞ്ഞ് കേൾപ്പിച്ച് ഭാഗവതം വിസ്തരിച്ച് എഴുതിക്കോളൂ എന്ന് പറഞ്ഞ് 4 ശ്ലോകത്തിൽ ഭാഗവത ഉപദേശം കൊടുത്തു. അങ്ങനെ നാരദൻ്റെ കയ്യിൽ നിന്നും 4 ശ്ലോകം വാങ്ങിയ വ്യാസൻ പിന്നെ 18,000 ഗ്രന്ഥമായി അത് രചിച്ചു.